നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊരു എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സീരീസ് ആണ്. ഇലക്ട്രോണിക്സും എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റുമാണ് ഈ സീരീസിൽ ഉള്ളത്. ഇതൊരു പ്രാക്ടിക്കലി ചെയ്ത് നോക്കി പോകുന്ന ഒരു സീരീസ് ആണ്. ഒന്നാമത്തെ വീഡിയോ മുതൽ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കോമ്പോണൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലോഗിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. വെൽക്കം ബാക്ക്. ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനാണ്. 6 ടൈപ്പ് ഓഫ് കോമ്പോണൻസിൽ രണ്ടാമത്തെ കപ്പാസിറ്റർ. ഒന്നാമത്തെ റെസിസ്റ്റർ ആയിരുന്നു. റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ്, കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ് റെസിസ്റ്റർ. ഇലക്ട്രോണിക്സ് കോമ്പോണൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു എളുപ്പമുണ്ട്. ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ മേലെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യുന്നയാൾ. ഇനി കപ്പാസിറ്റർ, കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നയാൾ കപ്പാസിറ്റർ. പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ ടോയ് കാർ അഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ 2-3 സെല്ല് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉള്ള ടോയ് അഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു മിനി മോട്ടോർ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ മിക്കവാറും ഒരു കപ്പാസിറ്റർ സോൾഡറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു പരിപ്പിൻ്റെ ഷേപ്പിൽ 2 ലെഗൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് കപ്പാസിറ്റർ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ 3 സെല്ലൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഈ സർക്യൂട്ടിൽ ഈ മിനി മോട്ടോർ ഉണ്ടാക്കുന്ന നോയ്സ് വളരെ വലുതാണ്. നോയ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ നോയ്സ് എന്ന് വെച്ചാൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ മില്ലി സെക്കൻഡുകളിൽ പെട്ടെന്ന് വലിയ കറണ്ട് വലിച്ചെടുക്കും. ആ സമയത്ത് നമ്മുടെ വോൾട്ടേജ് മൊത്തം ഡൗൺ ആവും. അപ്പോൾ ആ സമയത്ത് ബാക്കി സർക്യൂട്ടെല്ലാം റീസെറ്റ് ആവുക. അതേപോലെ പെട്ടെന്ന് ബാക്ക് EMF ഒക്കെ വഴി ഒരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുക. ആ സമയത്തും ഈ സർക്യൂട്ടെല്ലാം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഈ കപ്പാസിറ്റർ അവിടെ ഉണ്ടെങ്കിൽ പുള്ളി പെട്ടെന്ന് കുറേ കറണ്ട് വലിക്കുന്ന സമയത്ത് അത് ബാറ്ററിക്ക് കപ്പാസിറ്റി ഇല്ല, പക്ഷേ കപ്പാസിറ്റർ അവിടെ ഇരുന്നിട്ട് ആ ചാർജ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച ചാർജിന് പുള്ളി സപ്ലൈ ചെയ്യും. അതേപോലെ വലിയ വോൾട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് ആ സ്പൈക്കിനെ വലിച്ചെടുത്തിട്ട് പുള്ളി സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇതാണ് കപ്പാസിറ്റർ അവിടെ ചെയ്യുന്നത്. ഇതാണ് കപ്പാസിറ്റർ എന്ന് പറയുന്ന കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നയാൾ. ഇതൊരു കപ്പാസിറ്ററാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 2 ടൈപ്പ് ഓഫ് കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് അനുസരിച്ച് സെറാമിക് കപ്പാസിറ്റർ, ടാൻറ്റാലം കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഇങ്ങനെ കുറച്ച് ടൈപ്പുകളുണ്ട്. ഏതാണെങ്കിലും പർപ്പസ് ഇപ്പോൾ പറഞ്ഞത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പാസിറ്റർ എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ പറയുന്നത് ഒരു വലിയ PGക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് നോളജ് അല്ല. നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ച ഒരു കപ്പാസിറ്റർ എന്താണ് എന്നുള്ള ഒരു മിനിമം ലെവൽ നോളജ്. എന്തായിരുന്നു അത്? 2 മെറ്റൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഐസൊലേറ്റർ വെച്ച് കഴിഞ്ഞാൽ അതൊരു കപ്പാസിറ്ററായി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കണം. ഓക്കെ, ഈ മെറ്റൽ പ്ലേറ്റ് എവിടെ നിന്ന് കിട്ടും? ഞാൻ മുമ്പ് ഭുവനേശ്വറിൽ, ഒറീസയിൽ ഭുവനേശ്വറിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചോദിച്ചപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞത് വിശാഖപട്ടണത്തിൽ ചിലപ്പോൾ കിട്ടും, അവിടെ ഷിപ്പൊക്കെ ഉള്ളതുകൊണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഫാക്ടറി മെയ്ഡ് എന്തോ ഒരു പ്രത്യേക സാധനം, ഒരു സ്പെഷ്യലൈസ്ഡ് മെറ്റൽ പ്ലേറ്റ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. മെറ്റൽ പ്ലേറ്റ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ് മെറ്റൽ പ്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് സ്റ്റീൽ പ്ലേറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് കൊണ്ട് കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. അതും പ്ലേറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കണം. കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വരട്ടെ. എന്താണ് ഒരു മെറ്റൽ പ്ലേറ്റ്? എന്താണ്? ഓക്കെ, പെട്ടെന്ന് ഏറ്റവും ചെറിയ ഒരു നമ്മൾക്ക് ഹാൻഡി ആയിട്ടുള്ള കയ്യിൽ ഒതുങ്ങുന്ന, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു മെറ്റൽ പ്ലേറ്റ് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സംഗതി. കോയിനാണ്. ഓക്കെ, 2 കോയിൻ. ഇതൊക്കെ വർക്ക് ആവുമോ? ഓക്കെ, ഇനി ഒരു ഇൻസുലേറ്റർ വേണം അല്ലേ? ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ക്ലേ, റബ്ബർ, ചൈന ക്ലേ, ഇങ്ങനെ പ്ലാസ്റ്റിക്, ഇങ്ങനെ കുറേ സംഗതികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾക്ക് വീണ്ടും ഞാൻ പറയുന്നു, പെട്ടെന്ന് കിട്ടാവുന്ന ഒരു സാധനം, നമ്മൾ ഹാൻഡി ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന, നമ്മൾ ഡെയിലി യൂസൊക്കെ ചെയ്യുന്ന ഒരു സാധനം. ഓക്കെ, പേപ്പർ ഒരു ഇൻസുലേറ്റർ ആണല്ലോ. പേപ്പർ ആണെങ്കിൽ വളരെ തിന്നുമാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ വളരെ സിമ്പിളായിട്ട് വെക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കൊരു പേപ്പർ വേണം. ഞാനിവിടെ നോട്ട്ബുക്കിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഞാൻ കീറിയെടുത്ത ഒരു തുണ്ട് പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കോയിൻ്റെ മുകളിൽ ഈ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അടുത്ത കോയിൻ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കപ്പാസിറ്റർ ആയോ? പറയാനൊക്കെ കൊള്ളാം, പക്ഷേ ഇത് വർക്ക് ചെയ്യുമോ? നമുക്ക് പ്രാക്ടിക്കലി നോക്കാം. ഇതാണ് നമ്മളെടുത്ത കോയിൻ അല്ലേ? ഇതിപ്പോൾ നമ്മൾ പേപ്പർ കീറിയെടുത്തതാണ്. ഓക്കെ, ഞാനിവിടെ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ബ്രെഡ് ബോർഡൊക്കെ യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് അളക്കാനുള്ള ഒരു സെറ്റപ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോയിൻ വെച്ചു. കോയിൻ്റെ കണക്ഷൻ, ഒരു വയർ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് കാണാനും പിന്നെ പവർ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളുടെ പേപ്പർ ഒരു ലെയർ വെച്ചു. പിന്നെ നമുക്ക് അടുത്ത കോയിൻ വെക്കണം അല്ലേ? ഓക്കെ, നമ്മൾക്കിപ്പോൾ 0 വോൾട്ട് കാണാം.
ഇത് കണക്റ്റ് ചെയ്താൽ നമ്മളുടെ കപ്പാസിറ്റർ റെഡി. ചാർജ് ചെയ്യാൻ ഇവിടെ പവറുണ്ട്. ഞാൻ ചാർജ് ചെയ്യുകയാണ്. ഓക്കെ, ചാർജ് ചെയ്യുമ്പോൾ 6.3 അത് ബാറ്ററിൻ്റെ കാണിക്കുന്നത്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയത്തിന് അവിടെ ചാർജ് പിന്നെ ഉണ്ടല്ലേ. ഒരു ഡിസ്ചാർജ് നിങ്ങൾ കണ്ടു. ഓക്കെ, ഒന്നൊരു ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫുൾ ചാർജ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇത്രയും സമയമൊന്നും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും ചാർജ് ആവുന്നുള്ളതാണല്ലേ. ഒന്നുകൂടി ടച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും കുറച്ച് നേരത്തിന് റിലീസ് ചെയ്യാനുള്ള വോൾട്ടേജ് അവിടെ കണ്ടു. ചാർജ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു LED കത്തിക്കാനുള്ള സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനിതിനെ കത്തിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ LED കത്തുന്നു, ഓഫ് ആവുന്നു. ഞാൻ പവർ കൊടുക്കുമ്പോൾ കത്തുന്നു, ഓഫ് ആവുന്നു. ഓക്കെ, നമ്മൾക്ക് കാണേണ്ടത് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് എനർജി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് LED കുറച്ച് സമയത്തിന് കത്തി നിർത്താൻ പറ്റുമല്ലോ. നമുക്കൊന്ന് നോക്കാം. ഒരു കപ്പാസിറ്റർ വെച്ചു, ഞാനിതിനെ ചാർജ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അപ്പോൾ LED ഓഫ് ആവുന്ന ഒരു സഡൻ ഓഫല്ല അല്ലേ. ഇനി ഇത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമല്ലോ. എന്തായാലും മറ്റൊരു കപ്പാസിറ്ററാണ്. വീണ്ടും നോക്കാം. ഓക്കെ, ചാർജ് ചെയ്തു. ഓഫ് ആവാൻ കുറച്ചധികം സമയം എടുക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ചാർജ് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓഫ് ആവുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അടുത്ത കപ്പാസിറ്റർ വയ്ക്കുന്ന സമയത്ത് ഇതിനേക്കാളും ടൈം ആവുന്നു. ഓക്കെ, ഞാൻ ഈ കപ്പാസിറ്റർ വെച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും ഇതിനെ ചാർജ് ചെയ്യാം. യെസ്, കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് കുറേ നേരത്തിന് കത്തുന്നുണ്ട്. ഓക്കെ, ഓഫ് ആവണമെങ്കിൽ അത് ഡിമ്മായി തുടങ്ങിയിട്ടേ ഉള്ളൂ. പെട്ടെന്നൊരു ഓഫല്ല, ഒരു സഡൻ ഓഫല്ല. അത് ഡിമ്മായിട്ട് കാണാൻ പറ്റാത്ത അത്രയും വെളിച്ചം കുറഞ്ഞിട്ട് അങ്ങനെയാണ് ഓഫായി പോകുന്നത്. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ ഒരു റിലീസിങ് പ്രോസസ്സ് അങ്ങനെയാണ്. റൈറ്റ്, ഏകദേശം ഓഫായി, പക്ഷേ ഫുള്ളായിട്ട് ഓഫ് ആവില്ല, കുറേ സമയം എടുക്കും. ഇനി അടുത്ത കപ്പാസിറ്റർ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ടൈം ഉണ്ടാവും എന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, ഇത് വയ്ക്കുമ്പോൾ തന്നെ ആക്ച്വലി പുള്ളി കത്തുന്നുണ്ട്. കാരണം നേരത്തെ എപ്പോഴോ ടെസ്റ്റ് ചെയ്തതിൻ്റെ ചാർജ് ഇതിനകത്ത് നിൽക്കുന്നുണ്ടാവും. എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, LED ഓണായിട്ടിരിക്കുന്നു, ഓണായിട്ട് തന്നെ ഇരിക്കുന്നു. ബ്രൈറ്റ്നസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഓണായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇത് ഓഫ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ബോറടിക്കും. അത്രയും അധികം സമയം ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി വാല്യൂസ് പറഞ്ഞുതരാം. ഇത് ആക്ച്വലി 10 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ആയിരുന്നു. 10 മൈക്രോ ഫാരഡാണ്, ഫാരഡല്ല. ഫാരഡ് ആകുമ്പോൾ വലിയ വാല്യൂ ആവും. ഇത് 100 മൈക്രോ ഫാരഡിൻ്റെ ആയിരുന്നു. ഇത് 470 മൈക്രോ ഫാരഡ്. ഇത് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് 1000 മൈക്രോ ഫാരഡാണ്. അപ്പോൾ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചാർജ് സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്ന് LED കത്തിക്കുകയാണ് ചെയ്തത്. കപ്പാസിറ്റർ എന്താണ് എന്നുള്ളത് നോക്കി അടുത്തൊരു 2 സെഷനോട് കൂടി ഇലക്ട്രോണിക്സ് കോമ്പോണൻറ്റ്സ് നമ്മൾ ഫിനിഷ് ചെയ്യും. ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു, ബൈ ബൈ.